ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഹത്ത ഹണി ഗാർഡനിലാണ്. UAE ഹത്ത ഹണി ഗാർഡനിലാണ്. അന്നേരം ഇവിടെ ഈ പേരിൽ തന്നെ ഉണ്ട്, ഹണി ഗാർഡനാണ്. ഹണി ബീയെ കാണാൻ വേണ്ടിയും അന്നേരം മികച്ച തേനുകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അന്നേരം അതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. തേനുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും മികച്ച കൺട്രി തന്നെയാണ് UAE. അന്നേരം അവിടെ നമുക്ക് കാണാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അന്നേരം ഇവിടെ പ്രവേശിക്കുന്നതിന് വേണ്ടി 50 ദിർഹംസാണ് ഒരാൾക്ക് വേണ്ടി. ഈ കാണുന്നതെല്ലാം തേൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തേനീച്ചകളെ ബോക്സിൽ വെച്ചിരിക്കുന്നതാണ്. അന്നേരം ഞങ്ങളിപ്പോൾ അതിനകത്തോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. അതിനകത്ത് തേനീച്ചകളെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വെച്ചപ്പോൾ ഉണ്ട്. അതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള ബീസ് ഉണ്ടെന്നും, ക്യൂൻ ബി, വർക്കർ ബി, ഡ്രോൺ ബി, ഇങ്ങനെ 3 തരം ബീകളുണ്ട്. അന്നേരം അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സൊക്കെ ഹണീസ് ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. അന്നേരം 3-4 ടൈപ്പ് ഹണീസ് ഉണ്ട്. അതെല്ലാം നല്ല പല വിലയിലുള്ളതാണ്. പിന്നെ അവിടുത്തെ ഹണി വെച്ചുള്ള പ്രോഡക്ട്സുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ബ്യൂട്ടി പ്രോഡക്ട്സും ഒക്കെ ഇരിപ്പുണ്ട്. അന്നേരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഹണി ബീയെ കാണിക്കുന്നതിന് മുന്നേ നമുക്ക് TVക്കകത്ത് കുറച്ച് കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണാനും വേണ്ടി ഇവിടെ ആദ്യം ഒന്ന് ഇരുത്തി ഇതെല്ലാം കേൾപ്പിക്കും. അന്നേരം ഞങ്ങളിതെല്ലാം ഒന്ന് കണ്ടിട്ടാണ് ഇനി പോകാൻ പോകുന്നത്. ഇനി ഹണി ബീയെ കാണാൻ പോവുകയാണ് ഞങ്ങൾ. അന്നേരം അതിന് വേണ്ടിയുള്ള ഡ്രസ്സ് ഇടാൻ പോവുകയാണ്. ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഞങ്ങൾ സ്പേസിലൊന്നും പോവുകയല്ല കേട്ടോ, ഹണി ബീയെ കാണാൻ പോവുകയാണ്. ഭയങ്കര രസമായിരുന്നു, ഇതിടുമ്പം തന്നെ ഭയങ്കര ഫണ്ണിയായിരുന്നു. അമ്മ സാരി ആയിരുന്നു ഉടുത്തിരുന്നത്. അമ്മയ്ക്ക് അന്നേരം ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. അന്നേരം സാരിയൊക്കെ അതിനുള്ളിലോട്ട് കയറ്റി ഭയങ്കര ടഫായിരുന്നു. അന്നേരം ഞങ്ങൾ അതിന് പുറത്തോട്ട് ഇറങ്ങി ഇനി അതിനെ കാണാനായിട്ട് പോവുക. അതിനു മുന്നേ ഇവർ ഹണിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന്, എത്ര തരം ഹണി ഉണ്ടെന്നും എവിടെ നിന്നൊക്കെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നതെന്നുമാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ ഈ ഹണികളെക്കുറിച്ചുള്ള ഗുണങ്ങളും ഒക്കെ അവർ കൂടുതൽ പറഞ്ഞു തന്ന്, ഓരോ അസുഖങ്ങൾക്കുള്ളതാണെന്നും രോഗപ്രതിരോധ ശേഷി, കൊളാജിൻ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നും അവർ കൂടുതൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. One, the gap 3. So the gap 3 is this one, the gap 3. Okay. Gap 3 is known as the national tree of UAE, since it's the only tree that can survive here longer in a hot weather. And gap flower from the gap tree, it blossoms from the month of June to July. So right now is the season of gap honey, and gap honey is rich in proteins, minerals, can also burn more fats, can give us more energy. So if you guys want to be more physically fit or energized, our gap honey will be very good for you. So this is the best honey or? Not yet. Not we yet. have more, sir. Yeah, I'm just telling you the benefits right now. So we have the next one, the wildflower. So wildflower, it will be no tree. It will be different types of flowers. So mixed flower. And this one, we only collect it by March, which is 1 month only. And wildflower is good for skin, rich in antioxidants, good for immune. This one is our beneficial. As you can see, mangrove trees are growing in salt water. So you don't have it here in Hatta. You only have it in Abu Dhabi, Ras Al Khaimah, or Amal Quwain, where it's growing. So that is where we can collect it. And mangrove honey, we only collect summer season or dry season. And mangrove honey is also good for our stomach. If you have infection, ulcer, or UTI, it can help. And then we have the last and cold. Okay, so later when we are done with the tour, we'll let you guys taste our different types of honey. So we will eat honey later when we are done. Okay. Moving on to our second station. Our second station, the beehives. So the beehives are the homes or the houses of the bees. So we have different types of beehives here. We actually have 2 types. We have the older beehives, and then over there is the modern or new hive. Okay, so usually all the bees, they like living in a quiet place like this, in a mountain area, tall trees, forests, or cave areas, because
bees don't have a higher chance surviving in a city or in a populated area. That's why. So we have the older beehives here. We have different types. We have the first one here, much more easier. As you can see, you can just open it, pull out the free, then extract the honey from the free. So we have three kinds. We have the wooden beehive, also down here. Wooden beehive started from US to Europe. And also, this is the first modern beehive they introduced us all over the world. So, this one we can now find it anywhere or around the world. It's actually started from US to Europe. And then, we have the polystyrene beehive. The polystyrene beehive is the only beehive we don't use as a house. We maintain the temperature of the honey when we transfer it to another location. So that is the only use for our polystyrene beehive for extraction only. So our company made and customized ഹാഷ്ടാഗ് ഹത്ത ഹണിബിയുടെ മുന്നിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. ഇനി നമ്മൾ ഹണിബിയെ കാണാൻ പോവാണ്. അന്നേരം അവർ അത് കാണിക്കുന്നതിന് മുന്നേ അതിനകത്ത് എന്തോ കത്തിച്ചിട്ട് അതിനകത്ത് സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. Come closer. Because bees are good. So this is what you call frames. This one holds all the bees, the wax and the honey. There. Don't have much here. So these are workers. Yeah, this is all females. Female. Or workers. Workers. This one babies inside, and this one honey. Oh, okay. Okay, this is what you call pupa. Yeah. Then this one honey. So I will find the queen bee now. So queen bee, we only have one. Yeah. Because queen bee lays 1,000 to 2,500 eggs a day. So queen bee lives longer also, 3 to 5 years. That's why she needs to lay more eggs because the What's the rest of difference between the workers and the queen? Is it bigger or you can? the size, yes, Size. is much more bigger. She's the biggest of all among them. So the rest of the bees, except the queen, they only live shorter time, which is 2 to 3 months. That's why the queen bee needs to lay more eggs every day. And if the queen bee dies, the worker bees or female bee will be the one making a new queen bee. So in each of the baby, they will select one, which one is the healthier among them, and then they will feed it royal jelly, which is the food of the queen bee. So it will become the next new queen bee inside the colony. Like here, this one inside here. They will elect one. So that's so cute. Here's the queen. Yeah. Okay. Oh. Manda. ഹെഡ് ഇങ്ങനെ റെഡ് എല്ലാത്തിനകത്തും ക്യൂൻ ബി ആണ്. So the mark you are seeing, we are the one who put that. It's not natural. Oh. So for the worker bees or female bee, they're the one who's working. So they have different jobs. We have what we call cleaner bee, the one who cleans. Architects, the one who makes the wax. And then feeding the baby, which is the nursing bee. And security bee, which is the one who follows our queen bee, the one who protects our colony and sting us the most. So the honey bees, when they sting us, they will die because their stinger will be stuck in our skin. And also if you get stung by a bee, unless you are not allergic, it's healthy for you. It's medicinal. It can actually cure arthritis, body pains, joint pains, can also maintain cholesterol, blood sugar, or blood pressure if you are not allergic. So the reason they are dying when they sting someone, because the stinger will be stuck in our skin when they start stinging someone. So they will start to pull it out harder from their body, so it causes to break apart. Okay, so then they can't. പിന്നെ ഈ ഹണീസിനെ എല്ലാം ഞങ്ങളുടെ കയ്യിൽ തന്നായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അതിനെ പിടിച്ചുകൊണ്ടൊക്കെ നിന്നു.
പിന്നെ ഡ്രസ്സെല്ലാം ഊരി അതിനകത്ത് പ്രവേശിച്ചതിന് ശേഷം ഈ പറഞ്ഞ ഹണീസ് എല്ലാം ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നായിരുന്നു. എന്നിട്ട് നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മേടിക്കുകയും ചെയ്യാം. പല വില ഉള്ള ഹണീസ് ഇവിടെ ഉണ്ട്. Then we have one kind. It's not from here. Oak honey. Oak is from Lebanon. This one is good for your metabolism and also help with memory gap. This from Lebanon. Yes. ഓക്ക് 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 ഹണി. സാധാരണ നമ്മൾ ഹണീസ് കഴിക്കുമ്പം എല്ലാം ഒരേ ടേസ്റ്റൊക്കെ പോലെ തന്നെ അല്ലയോ, പക്ഷേ ഇത് ഡിഫറെൻറ്റ് ടൈപ്പാണ്, ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു ഹണി മേടിച്ച് അത് 150 ദിറംസ് ആയിരുന്നു. സൈദർ ഹണിയാണ് മേടിച്ചത്. നാട്ടിൽ 3000 രൂപയാണ് ഇതിന് ചിലവായത്. പക്ഷേ ഒറിജിനൽ ഹണിയാണ്. അന്നേരം നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.